ഒരു ടൂർ പോകാനൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹായ് ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹോം സ്റ്റേ ആണ്. നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം എന്താ, നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റണം, നല്ല കാമായിരിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു റിസോർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആ ഒരു റൂം മാത്രമായിരിക്കും അപ്പൊ നമ്മൾ റൂമിൽ ജസ്റ്റ് പോവാം, നമുക്ക് കിടന്നുറങ്ങാം, അന്ന് ഫ്രഷപ്പ് ആവാം, ഇത് മാത്രമേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയാണെന്ന്, അപ്പൊ നമുക്ക് ഇത് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് നല്ല രീതിക്ക് അഫോർഡബിളും ആണ്. നമ്മൾ അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കപ്പിളൊക്കെ ആയിട്ട് വരാണ്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. ഈ കാണുന്ന സോഫ, ടേബിള്, TV ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാന്ന്. ഫസ്റ്റ് ഈ സൈഡിലുള്ള റൂം നോക്കാം. ഈ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ്, AC റൂമാണ്. ഒന്നാമത്തെ ഇവിടെ നല്ല കൂളിംഗ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇവിടെ നല്ല, ഞാൻ ഈ ഹോം സ്റ്റേയിൽ വന്ന സമയത്ത് നോക്കുമ്പോൾ എല്ലാ റൂമും നല്ല കൂളിംഗ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് മിറർ, ആ മിറർ എല്ലാവരുടെയും ഉണ്ടാവും എനിക്ക് ഡൗട്ടാണ്, പക്ഷെ എനിക്ക് മിറർ ഇഷ്ടമായി. പിന്നെ നേരെ വന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു റൂമും കൂടെ ഉണ്ട്. ഈ റൂംസ് എല്ലാം കാണാൻ ഏകദേശം ഒരേപോലെ തന്നെ ഉള്ളത്. പിന്നെ അവിടെ ഇതേ മിറർ വെച്ചിട്ടുണ്ട്. മിറർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പട്ടിഷ ഉണ്ടാവുമല്ലോ. പിന്നെ അറ്റാച്ച്ഡ് തന്നെ ബാത്റൂം വരുന്നത്. ഇതിന്റെയൊക്കെ ഈ റിസോർട്ടുകളിലും എല്ലാവിടെയും ഈ ബെഡ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമായിരിക്കും. പിന്നെ നമുക്കിനി പോകാനുള്ളത് ഈ കിച്ചണിലേക്കാണ്. ഈ കിച്ചൺ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ട് വരുമ്പോൾ ഓക്കെ, എന്നാലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് ഇവിടെ നിന്നൊക്കെ ഫിഷൊക്കെ വാങ്ങിച്ച് ഫ്രഷായി വാങ്ങിച്ച് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു പ്രത്യേക ഫീൽ അല്ലേ. ഇനി മുകളിലേക്ക് പോയിട്ട് അവിടത്തുള്ള റൂംസ് നോക്കാം. അവിടെ ആകെ 2 റൂമാണ് ഉണ്ടായിരുന്നത്. റൂമും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. നമുക്ക് എല്ലാ റൂംസും കാണുമ്പോൾ ഒരേപോലെ നമുക്ക് തോന്നും, പക്ഷെ എല്ലാം വലുതാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെയും ഇതേപോലെ മിറർ കൊടുത്തിട്ടുണ്ട്, TV കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ എല്ലാ റൂംസിലും ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. അതായത് ഉള്ളിക്കൂടെ അല്ലാതെ പുറത്തുകൂടെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. അതായത് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടെറസിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ കാറ്റും കൊണ്ട് കഥയും പറഞ്ഞിരിക്കില്ലേ, ആ ഒരു ഫീല് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ ഒരു ഫീല് കിട്ടിയായിരുന്നു. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ ഇവിടുന്ന് ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈഡ് സ്റ്റെയർ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ അതേ നോക്കൂ, ഈ കടൽ, ഈ കടലമ്മയോടുള്ള പ്രേമം കൊണ്ടാണെന്ന് എനിക്കറിയില്ല, ചെറുപ്പം മുതൽ ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. അപ്പൊ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നേരെ കാണുന്നത് ഈ കടൽ തന്നെയാണ്. അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ടേബിൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഈ കടപ്പുറം നോക്കിയിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ്. എന്നെ പോലെ ബീച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ല രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് ഈ സൈഡായിട്ട് ഒരു റൂമും കൂടെ ഉണ്ട്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഈ ഒരു റൂമാണ് ലാസ്റ്റ് റൂം. അവിടെയും സെയിം ഇതേപോലെ മിറർ, അറ്റാച്ച്ഡ് ബാത്റൂം ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കാണാൻ പോണേ. വേറെ ഒന്നല്ല, സൈഡായിട്ട് ഒരു പൂളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് മുതലേ എനിക്ക് ഉത്തരം കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതില് ഒന്നാണ് ഈ ബീച്ചിന്റെ സൈഡിലുള്ള റിസോർട്ട്സിലൊക്കെ എന്തിനാ പൂള് വെക്കുന്നേന്ന്. ഇവിടെ മാത്രമല്ല, അത്യാവശ്യം എല്ലാ റിസോർട്ടിലും പൂൾ ഉണ്ടാവാറുണ്ട്. എന്നാലും ഇവിടെ നമ്മൾ എന്തായാലും കടലിൽ പോയി കുളിച്ചിട്ടൊക്കെ വെള്ളത്തിൽ കളിച്ചൊക്കെ വരിക. പിന്നെന്തിനാ ഇവിടെ ഒരു സെപ്പറേറ്റ് പൂള് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതെനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോ ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ജസ്റ്റ് കടൽ കാണുക, കാല് നനയ്ക്കുക, തിരിച്ചു വരിക, അങ്ങനെയുള്ളവർക്കും ഉപയോഗിക്കാം. പിന്നെ കൊച്ചു പിള്ളേർക്കാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാൻ മടിയുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആണ്. മണ്ടത്തരാണെങ്കിൽ അല്ലെങ്കിലും ഞാൻ ഇതൊക്കെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ ഇറങ്ങി കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് വെള്ളം ഇഷ്ടമാണ്, ആഴം ഇഷ്ടമല്ല. പിന്നെ വലിയ ആൾക്കാർ പറഞ്ഞ പോലെ നമ്മൾ മണ്ടത്തരം കാണിച്ചിട്ടല്ലല്ലോ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത്. എനിക്കാണെങ്കിൽ നീന്തലറിയില്ല. പറയാൻ വിട്ടു, നല്ല തണുത്ത വെള്ളമായിരുന്നു. എനിക്ക് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ തവളെ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ വെയിലാണ്. ആ വെയിലത്താണ് ഞാൻ നടക്കുന്നത്. നല്ല വെയിലും പിന്നെ തണുത്ത കാറ്റും. ഇത്ര കൊല്ലമായിട്ടും സൺസെറ്റും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വരെ ഞാൻ കാണും. പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് പോകും. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഈ സാധനം കടലിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് കാണാനുള്ള ഒരു അവസരം തന്നിട്ടില്ല. ഇന്ന് ഈ വീഡിയോ എടുത്തത് കർത്താവെ മിനിച്ചേക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊക്കെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത്രയും വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് തരണ്ടേ? നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അത് ഒരു റൂമായിട്ട് എടുത്താലും ആ വീട് ഫുൾ ആയിട്ട് എടുത്താലും. ഇത് മുനമ്പം റോഡാണ്. ഇതിന്റെ അപ്പുറത്തെ സൈഡുള്ളത് ചെറായി റോഡാണ്. അപ്പൊ ഇതിന്റെ സെന്ററിലായിട്ടാണ് വരുന്നത് എനോഷൻ ഹോം സ്റ്റേ. പേര് മറക്കണ്ട. അപ്പൊ ടൂർ വരുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങോട്ട് തന്നെ പോവാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.